ക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ സർക്കാർ അറിയിപ്പ് വന്നിരിക്കുകയാണ്. തുകയുടെ വിതരണത്തിൽ ഇത്തവണ ചെറിയ മാറ്റങ്ങളുണ്ട്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇത്തവണ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ 62 ലക്ഷം പേർക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ വിതരണം തുടരുന്ന ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയ്ക്ക് പുറമെയാണ് 2 മാസത്തെ തുകയായി 3200 രൂപ കൂടി ഇപ്പോൾ വിതരണം നടത്തുവാൻ പോകുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെയാക്കിയും കുടിശ്ശികയായിരുന്ന 5 മാസത്തെ പെൻഷനിൽ 1 മാസത്തെ തുകയും കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ 3200 രൂപ വീതം വിതരണം ചെയ്യുവാൻ പോകുന്നത്. 3200 വീതം 62 ലക്ഷത്തോളം പേർക്ക് നൽകുന്നതിനായി 1700 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു. 26 ലക്ഷത്തിലധികം പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് ഓരോ മാസത്തെ തുകയും പ്രത്യേകം ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക. അതായത് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 1600 രൂപ 2 തവണകളായി അക്കൗണ്ടുകളിൽ എത്തും. എന്നാൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് 3200 രൂപ ഒരുമിച്ചാണ് ജീവനക്കാർ കൈകളിലേക്ക് നൽകുക. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ 10-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ 1500 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. ഈ തുക ബുധനാഴ്ച സംസ്ഥാന ധനവകുപ്പിന് ലഭിക്കുമെന്നതിനാൽ സെപ്റ്റംബർ 11 ബുധനാഴ്ച മുതലാണ് ഓണപ്പെൻഷനായ 3200 രൂപയുടെ വിതരണം ആരംഭിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഓഗസ്റ്റ് മാസത്തെ 1600 രൂപ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിയിരുന്നില്ല. ഇവർക്ക് ഓണപ്പെൻഷൻ തുക കൂട്ടിച്ചേർത്ത് 4800 രൂപ അക്കൗണ്ടുകളിൽ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം എന്നാണ് അറിയുന്നത്. സെപ്റ്റംബർ 11-ന് 6 മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക. മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ അപൂർവമായ 2 ദിവസങ്ങളിലായോ 1600 രൂപ വീതം 2 തവണകളായി അക്കൗണ്ടുകളിലെത്തും. 2 മാസത്തെ തുക ഒരുമിച്ചെത്തുന്നതിനാൽ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുകകൾ കുറച്ച് ചെയ്തായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക. കേന്ദ്രവിഹിതം 200 രൂപ ഉള്ളവർക്ക് 400 രൂപയും 300 രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് 600 രൂപയും 500 രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് 1000 രൂപയും 3200 രൂപയിൽ നിന്ന് കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക. ഈ തുക പിന്നീട് പ്രത്യേകമായി ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. ഓണത്തിന് നൽകുന്ന 3200 രൂപയുടെ പെൻഷൻ 2024 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ലഭിക്കുന്നതാണ്. നേരത്തെ മസ്റ്ററിംഗ് അനുവദിച്ചിരുന്ന അവസാന തീയതിയായ ഓഗസ്റ്റ് 24 എന്നത് സെപ്റ്റംബർ 30 വരെ ആക്കി സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയതോടെയാണ് സെപ്റ്റംബർ മാസ പെൻഷൻ കൂടി ഉൾപ്പെട്ട ഈ 3200 രൂപ ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ സെപ്റ്റംബർ 30-നകം അത് പൂർത്തിയാക്കേണ്ടതാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയുടെ 98% സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തുന്നതെന്നും 2% മാത്രമാണ് കേന്ദ്രവിഹിതമെന്നും 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കുന്നത് എന്നും 1600 രൂപയിൽ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി.